ഇഷ്ടം കൂടാൻ താല്പര്യപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ശരിയായിരിക്കും, അവർക്ക് 2 റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് നിങ്ങളും ചിലപ്പോൾ മേ ബി ഒന്ന് മറ്റ് എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഇടയിൽ ഇവർ കുരുങ്ങി കിടക്കുകയാണ്. പക്ഷേ നിങ്ങളുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വയ്ക്കണം, ഇത് മുന്നോട്ടേക്ക് പോകണം എന്നൊരു എനർജിയാണ് കാണുന്നത്. ഫോർ സം മറ്റാൾക്കാരുടെ കൈകടത്തലും ബ്ലാക്ക് മാജിക് എനർജിയും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് എനർജി ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് ടെർമലിൻ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ തമ്മിൽ ഇടയ്ക്കുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് റോസ് ക്വാർട്സിന് പോകാം. അത് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാക്കും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് അസ്ട്രോളജി, ടാരറ്റ്, പാമിസ്ട്രി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അറിയാമെന്നുള്ള ആളാണെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ലതായിരിക്കണം. അതിന് നിങ്ങൾ ലാപ്പസിനോ അമതസ്റ്റിനോ അല്ലെങ്കിൽ മൂൺ സ്റ്റോണിനോ പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡൗട്ട്ഫുൾ അല്ലാത്ത ഒരു പാർട്ട്ണർ എന്നതാണ്. അപ്പോൾ ഡൗട്ട്ഫുൾ അല്ലാത്തൊരു പാർട്ട്ണറായി നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾക്ക് റോസ് ക്വാർട്സോ മൂൺ സ്റ്റോണിൻ്റെയോ സഹായം തേടാം, അല്ലെങ്കിൽ റോഡോണേറ്റിൻ്റെ സഹായം തേടാം. അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ, മൂൺ എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കേണ്ടത്. നിങ്ങളുടെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. കുറേയൊക്കെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും ഈ സാഹചര്യങ്ങളിൽ എന്നും കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ഏറിസ്, ലിയോ, സജിറ്റേറിയസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു പുതിയ കാര്യങ്ങളും പുതിയ ഇനിഷ്യേറ്റീവും പുതിയ ജോലി, പുതിയ പഠനം, ഈ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ കുറച്ച് ബിസി ആവാറുണ്ട്. ഈ പേഴ്സൻ്റെ വിൽ പവർ പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ വളരെ നല്ലതാണ്. ഈ പേഴ്സൻ്റെ ഡിസയറും ഈ റിലേഷൻഷിപ്പിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആഗ്രഹവും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യലും ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഥവാ നിങ്ങളുടെ പേഴ്സൺ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് തികച്ചും അവരുടെ ഒരു വിഷ് കം ട്രൂ ആണ്, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അവർ ഏറ്റവും കൂടുതൽ സീക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നാണ്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ലക്ഷറിയസ് ഇഫക്റ്റാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു യൂണിവേഴ്സിൻ്റെ അടുത്ത്. ആൻഡ് ഡയറക്റ്റ്ലി അഥവാ ഇൻഡയറക്റ്റ്ലി അവർ നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ആൻഡ് സജിറ്റേറിയസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടേതായിട്ടുള്ള ആങ്കർ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. ആ ആങ്കർ ഇഷ്യൂസ് മാറി അവർ പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ വെർഗോ എനർജി ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻസും അവർ സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് അവർ വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ എത്ര തന്നെ പിടിച്ചു വെക്കുക അത്രത്തോളം ഒരാളെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതൽ, അല്ലേ? പക്ഷേ നമ്മൾ എത്രത്തോളം